റജി ടോക്സിലേക്ക് സ്വാഗതം. കണക്കുകളുടെ പിൻബലത്തിൽ നമ്മളെ ബാധിക്കുന്ന വിഷയങ്ങൾ വിശകലനം ചെയ്യുന്നതാണ് കണക്കും കാര്യം എന്ന വീഡിയോ. ഇപ്രാവശ്യം കേരളത്തിലെ പോക്സോ കേസുകളുടെ എണ്ണത്തെക്കുറിച്ചാണ് നമ്മൾ വിശകലനം ചെയ്യുന്നത്. കേരളത്തിൽ 2020, 21, 22 എന്നീ വർഷങ്ങളിൽ 8144 പോക്സോ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകളുടെ നിന്നും 507 പ്രതികൾ മാത്രമാണ് ശിക്ഷിക്കപ്പെട്ടത്. അതായത് കേസുകൾ രജിസ്റ്റർ ചെയ്തതിന് ശേഷം ചാർജ് ഷീറ്റ്, മറ്റ് പല നടപടികളുമുണ്ട്. ഇങ്ങനെ എല്ലാ നടപടികളും കഴിഞ്ഞ് 8144 കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടപ്പോൾ വെറും 507 പ്രതികൾ മാത്രമാണ് ശിക്ഷിക്കപ്പെട്ടത്. ഇത് നിങ്ങൾ മറക്കേണ്ട. ഈ കണക്കുകൾ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി പാർലമെൻറ്റിൽ ഈ കഴിഞ്ഞ ഡിസംബറിൽ അവതരിപ്പിച്ച കടലാസുകളിൽ നിന്നാണ് ഞാൻ തപ്പിയെടുത്തത്. അവർ അവതരിപ്പിച്ച കണക്കുകൾ ഇന്ത്യ ഒട്ടാകെ ഉള്ളതാണ്. അതിൽ കേരളം മാത്രമാണ് ഞാൻ പിക്ക് ചെയ്തത്. കേരളം മാത്രമായിട്ടുള്ള വിശദമായ കണക്കുകളും ഉണ്ട്. 2020 2163 പോക്സോ കേസുകളാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. അന്ന് ശിക്ഷിക്കപ്പെട്ടവരുടെ എണ്ണം 41 മാത്രം. 2021 ആയപ്പോൾ കുറച്ച് പുരോഗതിയുണ്ട് കേസുകളുടെ എണ്ണത്തിൽ. 2645 ആയി. ഈ കേസുകളുടെ എണ്ണത്തിൽ ഇത്തരം കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടപ്പോൾ ശിക്ഷിക്കപ്പെട്ടവരുടെ എണ്ണം വെറും 151 മാറി. ഇനി 2021 ആയപ്പോൾ കുറച്ചധികം പുരോഗതി ഉണ്ടായി. 3000-ഓളം കേസുകൾ, അതായത് 3344 കേസുകൾ ആണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടത്, അതായത് പോക്സോ കേസുകൾ. അപ്പോൾ ശിക്ഷിക്കപ്പെട്ടവരുടെ എണ്ണം നിങ്ങൾ നോക്കുമ്പോൾ അത് വെറും 315. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 8144 കേസുകൾ കേരളത്തിൽ, പോക്സോ കേസുകൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടപ്പോൾ ശിക്ഷിക്കപ്പെട്ടവരുടെ എണ്ണം 507 മാത്രമായിട്ട് ചുരുങ്ങുകയാണ്. ഞാൻ മുമ്പ് പറഞ്ഞു ഇത് ഇന്ത്യയിലെ കണക്കുകൾ നിന്നാണ് കേരളത്തിലെ കണക്കുകൾ ഞാൻ എടുത്തെന്നുള്ളത്. അപ്പോൾ ഇന്ത്യയുടെ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രയാണെന്ന് നമുക്കറിയണ്ടേ? ഇന്ത്യയിൽ 2020 കേരളത്തിൻ്റെ സ്ഥാനം 8 പോക്സോ കേസുകളുടെ എണ്ണത്തിൽ. 2021 അത് 7 2022 5. അതായത് ഒന്നാം സ്ഥാനത്തേക്ക് എത്താൻ അധിക ദൂരമില്ല എന്നുള്ളതാണ് ഈ വർദ്ധിച്ചു വരുന്ന കേസുകളുടെ എണ്ണം കാണിക്കുന്നത്. വർദ്ധിച്ചു വരുന്ന കേസുകളുടെ എണ്ണം ആശങ്കപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ശിക്ഷാനിരക്ക് കുറയുന്നതും ആശങ്കപ്പെടുത്തുന്നതാണ്. എന്തുകൊണ്ടാണ് ശിക്ഷാനിരക്ക് കുറയുന്നത്? അപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ വായിച്ചൊരു വാർത്ത അതിനുള്ളൊരു ബോധ്യം തരുന്നു. അതായത് നെടുമങ്ങാട് ഒരു പോക്സോ കേസിൽ ഇരയായ കുട്ടിക്കും ബന്ധുക്കൾക്കും സംസ്ഥാന സർക്കാരിൻ്റെ പബ്ലിക് പ്രോസിക്യൂട്ടർ 10 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തു എന്നാണ് പറയുന്നത്. അങ്ങനെ വാഗ്ദാനം ചെയ്ത് കേസ് ഔട്ട് ഓഫ് ദ കോർട്ടിൽ സെറ്റിൽമെൻറ്റിന് പോകുന്നു. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടാലും 8144 കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടാലും 507 പേര് മാത്രം എന്തുകൊണ്ട് ശിക്ഷിക്കപ്പെടുന്നു എന്നുള്ളത്. ഈ പോക്സോ കേസുകളുമായി ബന്ധപ്പെട്ടുള്ള വിദഗ്ധർ പറയുന്നത് കുട്ടികളെ ഏൽക്കുന്ന ശാരീരിക പീഡനം മാത്രമല്ല, അവരേൽക്കുന്ന മാനസിക പീഡനം വർഷങ്ങളോളം നീണ്ടു നിൽക്കും എന്നുള്ളതാണ്. അതിൽ നിന്നും അവർക്കൊരു റിക്കവറി ചിലപ്പോൾ ദശാബ്ദങ്ങൾ തന്നെ എടുത്തേക്കും എന്നാണ് അവർ പറയുന്നത്. ആ ട്രോമയിൽ നിന്നുള്ള മുക്തി. കേരളം ഇപ്പോൾ ഇന്ത്യയിൽ പോക്സോ കേസുകളുടെ എണ്ണത്തിൽ 10,000 കേസുമായി 5ാം സ്ഥാനത്താണ്. അത് മറക്കേണ്ട. കുട്ടികളെ സുരക്ഷിതമായി, കുട്ടികളുടെ സുരക്ഷിതത്വം ഉത്തരവാദിത്തത്തിലോടുകൂടി ചെയ്യേണ്ടത്, കുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. ആ കുട്ടികൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ അവർക്ക് നീതി വാങ്ങിച്ചു കൊടുക്കേണ്ടത് സംസ്ഥാന സർക്കാരിൻ്റെ സംവിധാനമാണ്. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, 8144 കേസുകൾ, പോക്സോ കേസുകൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടപ്പോൾ വെറും 507 പ്രതികൾ മാത്രമേ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ. എവിടെയൊക്കെയോ എന്തൊക്കെയോ കുഴപ്പമുണ്ടല്ലേ? തീർച്ചയായും ഉണ്ട്. നമ്മുടെ നിയമ സംവിധാനത്തിൻ്റെ കുഴപ്പങ്ങളാണ് ഇത് എടുത്തു കാണിക്കുന്നത്. ഇത് കുട്ടികളുമായി ബന്ധപ്പെട്ടിട്ട് ദശാബ്ദങ്ങളോളം നീണ്ടു നിൽക്കുന്ന മാനസിക ട്രോമയ്ക്ക് വിധേയമാക്കപ്പെടുന്ന കുട്ടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട്
8144 പോക്സോ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടപ്പോൾ വെറും 507 പേര് മാത്രമേ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ എന്നുള്ള കണക്കുകൾ നമ്മളെ ഭയപ്പെടുത്തണം, നമ്മളെ ആശങ്കപ്പെടുത്തണം. നമ്മുടെ കുട്ടികൾ സുരക്ഷിതരായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.